വൈകിട്ട് 7 മണി. ഫോണിലൊരു കോൾ വന്നു. ഞാൻ നോക്കി. എൻ്റെ ഫ്രണ്ട് നവീനാണ്. ഞാൻ കോൾ എടുത്തു. എന്താടാ? ഞാൻ ചോദിച്ചു. നീ ഇവിടെ വീട്ടിലാണോ? ആണെങ്കിൽ വേഗം വാ. നമ്മുടെ തോട്ടത്തിലെ ഇടിഞ്ഞ വീട്ടിലേക്ക് വാ. കുപ്പിയുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ എത്തിയെന്ന്. ആ, ഞാനൊന്ന് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരു റബ്ബർ തോട്ടമുണ്ട്. അവിടെ ഒരു പഴയ ബംഗ്ലാവുണ്ട്. അവിടെയാണ് ഞങ്ങൾ മഴക്കാലത്ത് കമ്പനി കൂടാറുള്ളത്. അങ്ങനെ ഞാൻ ഫ്രഷായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ സമയം 8 മണിയായിരുന്നു. നല്ല മഴയും. ആ സമയം തന്നെ കരണ്ടും പോയി. ഫോണിലാണെങ്കിൽ ചാർജ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. കറണ്ട് വരുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാൻ അമ്മയോട് പറഞ്ഞ ശേഷം ഞാനൊരു കുടയും ടോർച്ചും എടുത്ത് റോഡിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടന്നു. പെട്ടെന്ന് ഒരു ബൈക്ക് എൻ്റെ നേരെ വന്നു എൻ്റെ അടുത്ത് നിർത്തി. എൻ്റെ ഫ്രണ്ട് ജോമോനായിരുന്നു അത്. അവൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. എന്നോട് എങ്ങോട്ടാണ് ഈ സമയത്ത് എന്ന് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിള്ളേരൊക്കെ ഒരു കുപ്പിയെടുത്ത് അവിടെ തോട്ടത്തിലിരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. നീ വരുന്നുണ്ടോ എന്ന്. ഏയ്, ഞാനില്ല. ഇനി ഈ മഴയത്ത് എനിക്ക് വയ്യ. നീ കയറിക്കോ. ഞാൻ നിന്നെ അവിടെ തൂക്കുപാലത്തിൻ്റെ അവിടെ വിടാം. എന്നാ ശരി. ഞാൻ അങ്ങനെ ബൈക്കിൽ കയറി. ഒരു തോടിൻ്റെ സൈഡ് കൂടെ 1/2 കിലോമീറ്റർ ദൂരം പോകണം തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക്. തോടിൻ്റെ ഇടതുവശം ഫോറസ്റ്റ് ഏരിയയാണ്. നൈറ്റ് ആന ഇറങ്ങുന്ന പതിവുള്ള സ്ഥലമാണ് അവിടം. ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ ഭാഗത്തെത്തി. അവിടെ ഒരു മരം കടപുഴകി വീണ് കിടക്കുന്നതിനാൽ ഒന്ന് വളഞ്ഞു തിരിഞ്ഞു വേണം ആ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ. അവരോട് പോയിക്കോളാൻ പറഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ പാലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. എനിക്ക് പാലം കയറി പോകേണ്ട കാര്യമില്ല. അതിൻ്റെ സൈഡിലൂടെ മറ്റൊരു വഴിയുണ്ട്. അതിലൂടെ പോയാലും എനിക്ക് ഈ കെട്ടിടത്തിലേക്ക് എത്താൻ കഴിയും. പാലം കയറിയാലും ആ വഴി നടന്നാൽ അവിടെ എത്താം. എന്നാൽ ആ വഴി ചിലപ്പോൾ ആനയുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ നടക്കവേ പെട്ടെന്ന് പാലത്തിൻ്റെ മീതെ ഒരു കുലുക്കം ഞാൻ ശ്രദ്ധിച്ചു. അന്നേര സമയം ഒരു 8:30 ഞാൻ പാലത്തിൻ്റെ മീതേക്ക് ടോർച്ചടിച്ചു. പാലം ഇളകുന്നുണ്ട്. എന്നാൽ അവിടെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി വല്ല കുരങ്ങനോ മറ്റോ ആയിരിക്കാമെന്ന് കരുതി ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കവേ പെട്ടെന്ന് എൻ്റെ കുടയുടെ മീതെ ആര് പിടിച്ചു വലിച്ചതുപോലെ എൻ്റെ കുട പിറകിലേക്ക് ഒറ്റപ്പോക്കായിരുന്നു. ഞാൻ ശരിക്ക് വിറച്ചു. ഞാൻ വേഗം ചുറ്റിലേക്കും ടോർച്ചടിച്ചു നോക്കി. ആ ടോർച്ച് പരത്തി അടിക്കുന്ന വെളിച്ചത്തിൽ ഞാനൊരു മിന്നായം പോലെ ഒരു സ്ത്രീരൂപം കണ്ടു. പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്നും കാണാതായി. ആ നിമിഷം തന്നെ ഞാൻ അവിടെ നിന്നും ഓടി. എൻ്റെ ടോർച്ച് ശരിയായ ദിശയിലൊന്നുമല്ല ഞാൻ അടിച്ചിരിക്കുന്നത്. ആ വെട്ടം കണ്ട സിജോ എന്ന എൻ്റെ ഫ്രണ്ട് ആ ഓടി വരുന്ന വെട്ടം കണ്ട് ഞാനാണെന്നറിയാതെ അവൻ അവിടെയുള്ള ഫ്രണ്ട്സിനെ കൂട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഇവരെ കണ്ടപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. ഞാനാകെ പേടിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. എന്നോട് എന്താടാ, ആന വല്ലതും കുത്താൻ വന്നോ? അവർ എന്നോട് ചോദിച്ചു. എന്നാൽ ഞാൻ കണ്ട കാര്യം അവരോട് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ എനിക്ക് ഇവരെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയണില്ല. കാരണം ഇവരൊക്കെ നല്ല ഫിറ്റായിരുന്നു. എന്നാൽ എൻ്റെ അന്നേരത്തെ ആ അവസ്ഥ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും സീരിയസ് ആയി. ഞാൻ അവരോട് ശരിക്കും എനിക്കുണ്ടായ ആ സമയത്തെ അനുഭവം ഇവരോട് പങ്കുവെച്ചു. കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്ത ശേഷം ഏതാണ്ട് കാര്യങ്ങൾ അവർക്കും വിശ്വാസമായി. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗ്രേസി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ്. അതും ആ തൂക്കുപാലത്തിൻ്റെ താഴെ. ചിലപ്പോൾ ഞാൻ കണ്ടത് ഇനി അവരുടെ ആത്മാവായിരിക്കുമോ എന്ന് സിജ ചോദിച്ചു. ഈ പാലം ഒരു പ്രേതപാലമാണെന്ന് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളതല്ലേ. ചിലപ്പോൾ ശരിയായിരിക്കാം. നമ്മൾ അങ്ങനെയൊന്നും പുച്ഛിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ണൻ എന്ന എൻ്റെ മറ്റൊരു സുഹൃത്തും പറഞ്ഞു. 1997 എനിക്കുണ്ടായ ഒരു അനുഭവമാണിത് എന്നാണ് കൃഷ്ണകുമാർ എന്നൊരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. ഇന്ന് ആ പാലം അവിടെയില്ല. പകരം വീതി കൂടിയ നല്ല കോൺക്രീറ്റ് പാലമൊക്കെ വന്നു. ഇതുപോലെ തന്നെ ആ നാട്ടിൽ ചിലർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കൃഷ്ണകുമാറിൻ്റെ ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്തൊരു നല്ല അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.